സമസ്ത മേഖലകളിലും ജനകീയ പങ്കാളിത്തത്തോടെ വികസനം നടപ്പിലാക്കുന്ന കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് CN ജയദേവൻ MP. ജനകീയ കൂട്ടായ്മകൾ എല്ലാ മേഖലയിലേക്കും കടന്നു വരേണ്ടതുണ്ടെന്നും MP. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ ട്രോളിംഗ് നിരോധനം നടപ്പാകും. ട്രോളിംഗ് നിരോധനം ഈ വർഷം നീട്ടിയത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ ദുരിതത്തിലാക്കും. ഏനാമാവിൽ ആൾതാമസമില്ലാത്ത വീട്ടിലും ചൂണ്ടലിൽ വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണം, സ്വർണവും പണവും നഷ്ടപ്പെട്ടു. തൃപ്രയാറിൽ കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് പിടികൂടി. പാവറട്ടി കരിവന്തല സ്വദേശി കണ്ണനാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. സമസ്ത മേഖലകളിലും ജനകീയ പങ്കാളിത്തത്തോടെ വികസനം നടപ്പിലാക്കുന്ന കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് CN ജയദേവൻ MP പറഞ്ഞു. MLA ഫണ്ടിൽ നിന്നുള്ള 90 ലക്ഷം രൂപ ചെലവഴിച്ച് എങ്ങണ്ടിയൂർ കിഴക്കമ്പുറത്ത് നിർമ്മിച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനകീയ കൂട്ടായ്മകൾ എല്ലാ മേഖലയിലേക്കും കടന്നു വരേണ്ടതുണ്ട്. ഇത്തരം കൂട്ടായ്മകളിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തുന്ന സ്ത്രീകൾ നാടിന് മുതൽക്കൂട്ടാണെന്നും MP പറഞ്ഞു. KV അബ്ദുൽ ഖാദർ MLA അധ്യക്ഷനായിരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ മുഖ്യാതിഥിയായി. ഡെപ്യൂട്ടി DMO K ബിന്ദു, എങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, MA ഹാരിസ് ബാബു എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് കോടികളുടെ അഴിമതി നടക്കുന്നതായി CN ജയദേവൻ MPയുടെ ആരോപണം. എങ്ങണ്ടിയൂർ കിഴക്കമ്പുറത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് MP അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഈ വർഷം കാരമുക്ക് SNGHS സ്കൂളിന് +2 ലഭിക്കുന്നതിനായി 1 കോടി രൂപയാണ് ബന്ധപ്പെട്ടവർ കൈക്കൂലി നൽകിയത്. കൈക്കൂലി വാങ്ങിയവർ ആരാണെന്ന് തനിക്കറിയാം. സർക്കാർ അന്വേഷണ കമ്മീഷനെ നിയമിച്ചാൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കമ്മീഷന് കൈമാറുമെന്നും CN ജയദേവൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നടപ്പാക്കും. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി കടപ്പുറം മുനക്കക്കടവിൽ മത്സ്യബന്ധന യാനങ്ങൾ കരയ്ക്ക് കയറ്റി. മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന 200ഓളം ബോട്ടുകളാണ് കരയ്ക്ക് കയറ്റിയത്. ആലപ്പുഴ, കൊല്ലം, മലപ്പുറം, കുളച്ചൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബോട്ടുകൾ നാട്ടിലേക്ക് യാത്ര തിരിച്ചു തുടങ്ങി. ചേറ്റുവപ്പുഴയിൽ ചെറിയ പാലങ്ങളിൽ ബോട്ടുകൾ പലതും നങ്കൂരമിട്ടു. ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് മത്സ്യ അനുബന്ധ മേഖലയിലെ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവന മാർഗം പ്രതിസന്ധിയിലാകും. 45 ദിവസമുണ്ടായിരുന്ന ട്രോളിംഗ് നിരോധനം ഈ വർഷം 61 ദിവസമായി നീട്ടിയത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ ദുരിതത്തിലാക്കും. ഏനാമാവിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണം നടന്നതായി പരാതി. ഏനാമാവ് കെട്ടുങ്ങൽ പണിക്ക് വീട്ടിൽ അബ്ദുൽ സത്താറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഖത്തറിലുള്ള സത്താറിന്റെ അടുത്തേക്ക് കഴിഞ്ഞ ഏപ്രിൽ 8-നാണ് ഭാര്യയും മക്കളും പോയത്. തിങ്കളാഴ്ച കുടുംബാംഗങ്ങൾ തിരിച്ചെത്താനിരിക്കെ വീട് തുറന്ന് വൃത്തിയാക്കാനെത്തിയ വീട്ടുജോലിക്കാരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. വീടിന്റെ താഴത്തെ നിലയിലെ പുറത്തുനിന്നുള്ള വാതിലുകൾ അടഞ്ഞ നിലയിലാണ്. 4 ബെഡ്റൂമുകളിലായി 12ഓളം അലമാരകൾ കുത്തി തുറന്നിട്ടുണ്ട്. 2ാം നിലയിലൂടെയാണ് മോഷ്ടാവ് അകത്ത് കയറിയതെന്ന് സംശയിക്കുന്നു. 25 പവനോളം സ്വർണവും 3 ലക്ഷത്തോളം രൂപയും നഷ്ടപ്പെട്ടതായാണ് സംശയം. ഗുരുവായൂർ CI K സുദർശന്റെ നേതൃത്വത്തിലുള്ള പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചൂണ്ടലിൽ വ്യാപാര സ്ഥാപനങ്ങളിലും സഹകരണ ബാങ്കിലും മോഷണം. ഷട്ടറുകളിലെ പൂട്ടുകൾ തകർത്താണ് മോഷ്ടാക്കൾ കടയ്ക്കുള്ളിൽ കടന്നത്. സോമരാജ് ചിത്രാലയം, മിലാനി ബ്യൂട്ടി പാർലർ, റെഡിമെയ്ഡ് തുണിക്കട, ഡെന്റൽ ക്ലിനിക്, KR ബേക്കറി, കുനമൂച്ചി സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ചിത്രാലയത്തിന്റെ പൂട്ട് തകർത്ത് ഇവിടെ നിന്ന് ഡ്രില്ലർ, പിക്കാസ് എന്നിവ എടുത്താണ് മറ്റ് കടകളുടെ പൂട്ടുകൾ തകർത്തിട്ടുള്ളത്. ബ്യൂട്ടി പാർലറിൽ സൂക്ഷിച്ചിരുന്ന 2000 രൂപയും റെഡിമെയ്ഡ് തുണിക്കടയിലെ വസ്ത്രങ്ങളും നഷ്ടപ്പെട്ടു. ബാങ്കിന്റെ പൂട്ട് തകർത്തിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സെന്റർ ലോക്ക് തകർക്കാനുള്ള ശ്രമം പരാജയപ്പെട്ട നിലയിലാണ്. കുന്നുകുളം പോലീസ് കേസെടുത്തു. തൃപ്രയാറിൽ 150 ഗ്രാം കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പാവറട്ടി കരിവന്തല സ്വദേശി കൂന്തറ വീട്ടിൽ കണ്ണനാണ് അറസ്റ്റിലായത്. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. നാട്ടികയിലെ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ എത്തിച്ച കഞ്ചാവാണ് പിടികൂടിയതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ S സുരേഷ് കുമാർ അറിയിച്ചു. 15 ഗ്രാം വീതമുള്ള 10 പൊതികളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. 500 രൂപ നിരക്കിലാണ് ഒരു പൊതി കഞ്ചാവ് വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നത്. ഏതാനും മാസം മുൻപ് ഇയാളെ 110 ഗ്രാം കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. പ്രിവന്റീവ് ഓഫീസർമാരായ NA പ്രദീപ് കുമാർ, PM ബാബു, KS ഷിബു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ EP ദിനബോസ്, PA വിനോദ്, MP ജിതിൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. 2014 ഡിസംബർ 27-ന് തൃശൂരിൽ നടന്ന ബോൺ നതാലിയുടെ ഭാഗമായുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 14ാമത്തെ ഭവനത്തിന്റെ ആശീർവാദവും താക്കോൽ ദാനവും നടന്നു.
മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ മേലിട്ട് ത്രേസ്യാമയ്ക്ക് നിർമ്മിച്ചു നൽകിയ ഭവനത്തിന്റെ ആശീർവാദവും താക്കോൽദാനവുമാണ് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കാർമ്മികത്വത്തിൽ നടന്നത്. മറ്റുള്ളവരുടെ കണ്ണീരിനും ദുഃഖത്തിനും അറുതി വരുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം പ്രവർത്തനം നടത്തുന്നതെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. മറ്റം ഫൊറോന വികാരി ഫാദർ ഡേവിസ് പനംകുളം, സഹവികാരി ഫാദർ റിച്ചോയ് തൈവളപ്പിൽ, പോപ്പ് പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോജു ആളൂർ, സാന്ത്വനം ഡയറക്ടർ ഫാദർ തോമസ് പൂപ്പാടി തുടങ്ങിയവർ പങ്കെടുത്തു. ഏനാമാവ് പരിശുദ്ധ പോംബെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ കോഞ്ചിറ മുത്തിയുടെ ഊട്ടുതിരുനാളിന് തുടക്കമായി. തീർത്ഥകേന്ദ്ര വികാരി ഫാദർ പോൾസൺ പാലത്തിങ്കൽ ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. ദൃശ്യശ്രാവ്യ വിസ്മയം പകരുന്നതാണ് ഇത്തവണത്തെ ദീപാലങ്കാരം. ഊട്ടുഭക്ഷണ ആശീർവാദം, ലതീഞ്ഞ്, നൊവേന, സ്വർഗരാജ്ഞി പ്രതിഷ്ഠ, കിരീടധാരണം എന്നിവയ്ക്ക് ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ വാൾട്ടർ തേലപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സമൂഹ ദിവ്യബലി, കിരീടം എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ഗുരുവായൂർ സബ് RTOയ്ക്ക് കീഴിൽ വരുന്ന വിവിധ സ്കൂളുകളുടെ 325 വാഹനങ്ങൾ പരിശോധിച്ച് അധികൃതർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകി. 90% വാഹനങ്ങളും കാര്യക്ഷമതയുള്ള വാഹനങ്ങളായിരുന്നുവെന്ന് ഗുരുവായൂർ ജോയിന്റ് RTO AT അശോക് കുമാർ പറഞ്ഞു. പരിശോധനയിൽ 9 വാഹനങ്ങളിൽ സ്പീഡ് ഗവേണർ പ്രവർത്തനക്ഷമമല്ലെന്ന് കണ്ടെത്തി. 11 വാഹനങ്ങളിൽ സേഫ്റ്റി ബാഗില്ല. വൈപ്പർ ഇൻഡിക്കേറ്റർ പ്രവർത്തിക്കാത്ത 11 വാഹനങ്ങളും എയർ ഹോൺ ഘടിപ്പിച്ച 2 വാഹനങ്ങളും ബ്രേക്കില്ലാത്ത 8 വാഹനങ്ങളും അധികൃതർ പരിശോധനയിൽ കണ്ടെത്തി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഗുരുവായൂർ ആനത്താവളത്തിൽ ഇടഞ്ഞ് ചങ്ങല പൊട്ടിച്ചോടി 1 മണിക്കൂറോളം പരിഭ്രാന്തി പരത്തിയ ആനയെ മയക്ക് വെടിവെച്ച് തളച്ചു. ദേവസ്വത്തിലെ ഒറ്റക്കൊമ്പൻ ചന്ദ്രശേഖരനാണ് ഇടഞ്ഞത്. വെള്ളം നൽകുന്നതിനായി ആനയെ അഴിക്കാൻ പാപ്പാൻ അടുത്ത് ചെന്നപ്പോഴായിരുന്നു സംഭവം. ഈ സമയം പിൻകാലിലെ ചങ്ങല പൊട്ടിച്ച് നിൽക്കുകയായിരുന്നു ആന. പാപ്പാനെ കണ്ടതോടെ മുൻകാലിലെയും ചങ്ങല വലിച്ചു പൊട്ടിച്ചു. തുടർന്ന് 1-ാം പാപ്പാൻ VN ചന്ദ്രനെ ആന കുത്താനാഞ്ഞു. പാപ്പാൻ ഒഴിഞ്ഞു മാറിയതോടെ തൊട്ടടുത്ത് കെട്ടും തറയിലുണ്ടായിരുന്ന ഗോപിക്കണ്ണൻ എന്ന ആനയുടെ നേർക്കായി പരാക്രമം. 2 തവണ ഗോപിക്കണ്ണനെ കുത്താൻ ആഞ്ഞെങ്കിലും പാപ്പാന്മാർ ശ്രദ്ധ തിരിച്ചതോടെ ചന്ദ്രശേഖരൻ ആനത്താവളത്തിന്റെ കിഴക്കേ മൂലയിലേക്ക് ഓടുകയായിരുന്നു. ഇടഞ്ഞാൽ കൂട്ടാനകളെ കുത്തുന്ന പ്രകൃതക്കാരനാണ് ചന്ദ്രശേഖരൻ. പട്ടയും പഴവും നൽകി പാപ്പാന്മാർ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. നിറയെ ആനകളുള്ള സ്ഥലത്തായിരുന്നതിനാൽ അപകടം മുൻകൂട്ടി കണ്ട് ദേവസ്വം അധികൃതർ മയക്ക് വെടി വെക്കുന്നതിനായി ഡോക്ടറെ വിളിച്ചു വരുത്തി. 10:30 വടം ഉപയോഗിച്ച് ആനയെ തളച്ചെങ്കിലും പൂർണ്ണമായി വരുതിയിലാക്കാനായില്ല. ഈ സമയം ആനത്താവളത്തിനകത്ത് പതിവിൽ കവിഞ്ഞുള്ള സന്ദർശകരുടെ തിരക്കുണ്ടായിരുന്നു. സന്ദർശകരെ പുറത്താക്കി ആനത്താവളത്തിന്റെ ഗേറ്റ് അടച്ചു. തുടർന്ന് 11 മണിയോടെയാണ് ആനയെ തളച്ചത്. കോൺഗ്രസ് തൈക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടത്തി. PM മാധവൻ MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയ് ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് V വേണുഗോപാൽ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP റഷീദ്, കൗൺസിലർമാരായ RV സലീം, പത്മിനി ഗംഗാധരൻ, BG ജോൺസൺ, ബിന്ദു സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ വെളുത്തൂർ കോവിൽ റോഡ് പരിസരത്ത് യുവാവ് കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവതിയെ രക്ഷിക്കുന്നതിനിടെ പരിക്കേറ്റവർക്ക് സർക്കാർ അനുവദിച്ച സഹായധനം വിതരണം ചെയ്തു. PM മാധവൻ MLA തുക നൽകിയത്. പരിക്കേറ്റ 6 പേർക്കായി 4.5 ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത്. പത്മിനിക്ക് 2 ലക്ഷവും അമൃതയ്ക്ക് 1 ലക്ഷവും അമ്മ ശ്യാമളയ്ക്ക് 75,000 രൂപവും അയൽവാസികളായ രാഹുൽ, രമ്യ, അനിഗ്ര എന്നിവർക്ക് 25,000 രൂപ വീതവും നൽകി. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം വീട്ടിൽ ചികിത്സയിൽ കഴിയുന്ന അമൃതയ്ക്കും ശ്യാമളയ്ക്കും പത്മിനിക്കും വീട്ടിൽ എത്തിയാണ് MLA തുക കൈമാറിയത്. CITU തയ്യൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിരമിക്കുന്ന തൊഴിലാളികൾക്ക് യാത്രയയപ്പ് നൽകി. ബാബു M പാലിശ്ശേരി MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിച്ചു. വിരമിക്കുന്ന തൊഴിലാളികളായ A അബ്ദുൾ റഹ്മാൻ, KK കുമാരൻ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം KM മൊയ്തു, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ KG ഗോപിനാഥൻ, PK ഹരികൃഷ്ണൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK നമ്പീശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഉന്നത വിജയം കരസ്ഥമാക്കിയ തൊഴിലാളികളുടെ മക്കൾക്കും ചടങ്ങിൽ ഉപഹാരം നൽകി. 15ഓളം പേരുടെ ആധാർ കാർഡ് റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ ചുങ്കാൽ പ്രദേശത്ത് നിന്നാണ് കടമ്പൂട് സ്വദേശി മനോജ് ഭഗവതി പറമ്പിലിന് യാത്രയ്ക്കിടെ ആധാർ കാർഡുകൾ ലഭിച്ചത്. വാസുപുരം, മറ്റത്തൂർ പ്രദേശങ്ങളിലുള്ള 15 പേരുടെ ആധാർ കാർഡുകളാണ് ഇവ. പോസ്റ്റ് ഓഫീസ് മുഖേന എത്തിയ കവറുകളിലാണ് ആധാർ കാർഡുകൾ ഉള്ളത്. കവറുകൾക്ക് പുറത്തുള്ള പോസ്റ്റ് ഓഫീസിന്റെ സീലിൽ 2013 വിവിധ തീയതികളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
നാട്ടികയിൽ കോൺഗ്രസ് ഭാരവാഹിത്വം രാജിവെച്ചവർ ബദൽ കോൺഗ്രസ് കമ്മിറ്റിക്ക് രൂപം നൽകി. പ്രേമചന്ദ്രൻ വടക്കേടത്ത്, സി അയ്യപ്പക്കുട്ടി എന്നിവർ ഉൾപ്പെട്ട 50 പേരാണ് ബദൽ കോൺഗ്രസ് കമ്മിറ്റിക്ക് രൂപം നൽകിയത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാനും ജൂൺ 15-ന് നാട്ടികയിൽ മേഖലാ കൺവെൻഷൻ നടത്താനും ബദൽ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചു. സി അയ്യപ്പക്കുട്ടി ചെയർമാനും പ്രേമചന്ദ്രൻ വടക്കേടത്ത് കൺവീനറുമായ 21 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും യോഗം രൂപം നൽകി. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും സംഘടിപ്പിച്ചു. കുന്നംകുളം ഡിവൈഎസ്പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കരീം പന്നിത്തടം അധ്യക്ഷനായിരുന്നു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വനജ രാജേന്ദ്രൻ, കെ മണി, സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി ആദ്യമായി ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ മുകുന്ദൻ, ആദ്യ പ്രധാന അധ്യാപകൻ ഗോപി, അധ്യാപിക ശാരദ, വിദ്യാർത്ഥി സിംസൺ, സ്കൂൾ ലീഡർ കെ ബാഹുലയൻ, സ്കൂളിന്റെ ആരംഭത്തിനായി പ്രവർത്തിച്ച ചേറപ്പൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. വർഷങ്ങളായി വിദ്യാർത്ഥികൾക്ക് സൗജന്യ നീന്തൽ പരിശീലനം നൽകുന്ന ജോസ് കോനിക്കര വേറിട്ട മാതൃകയാകുന്നു. സ്വന്തം കൃഷിയിടത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ 2 നീന്തൽ കുളങ്ങൾ നിർമ്മിച്ചാണ് തൊളൂർ സ്വദേശിയായ ജോസ് കോനിക്കര നീന്തൽ പരിശീലനം നടത്തുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നീന്തൽ കുളത്തിൽ രാവിലെ 6 മുതൽ 9 വരെയാണ് സൗജന്യ പരിശീലനം. സമീപ പ്രദേശങ്ങളിൽ നിന്നായി 200-ൽ ഏറെ പേരാണ് നിത്യവും ഇവിടെ നീന്തൽ പരിശീലനത്തിന് എത്തുന്നത്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് തൊളൂർ ഗ്രാമപഞ്ചായത്ത് നൽകുന്ന സർട്ടിഫിക്കറ്റ് പ്രസിഡന്റ് MP സരോജിനി വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, സാമൂഹിക പ്രവർത്തകൻ അറുമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. എങ്ങണ്ടിയൂർ ആയിരംകണ്ണി ബ്രദേഴ്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി. ഹരിമിത്ര സംസ്ഥാന പുരസ്കാര ജേതാവ് ജോസഫ് പള്ളൻ ഉദ്ഘാടനം ചെയ്തു. പ്രകാശ് കടവിൽ, VA ജയറാം, വാടനപ്പള്ളി കൃഷി ഓഫീസർ VM മുർഷിദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാറിന് കേരള കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ P ശ്രീജ, അസിസ്റ്റന്റ് ഡയറക്ടർ KJ ഒനീൽ എന്നിവർ നേതൃത്വം നൽകി. നിരവധി തട്ടിപ്പ് കേസുകളിലെ പ്രതിയായ സ്ത്രീയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അളഗപ്പനഗർ കൈതവളപ്പിൽ സുകുമാരൻ ഭാര്യ ലീലയാണ് പിടിയിലായത്. പുതുക്കാട് സ്റ്റേഷനിൽ 8 തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ഇവർ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോകുകയായിരുന്നു. പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച ഇവർ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് SI പോൾസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇരുമ്പപ്പെട്ടി മങ്ങാട് ചാത്തംകുളം പ്രദേശത്ത് വനത്തിലെ മരങ്ങൾ റോഡിലേക്കും വീടുകളുടെ മുകളിലേക്കും മറിഞ്ഞു വീഴുന്നത് പരിസരവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്നു. വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ചിൽ ഉൾപ്പെട്ട മങ്ങാട് കുന്നിൽ മട്ടിമരങ്ങളാണ് തുടർച്ചയായി വീഴുന്നത്. മരങ്ങൾ വീണാണ് വീടുകൾ തകരുന്നതും വൈദ്യുതി കമ്പികൾ പൊട്ടി വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കാലപ്പഴക്കം കൊണ്ട് കടഭാഗം ഉണങ്ങി ചിതലരിച്ച് നിരവധി മരങ്ങളാണ് നിലം പൊത്താവുന്ന അവസ്ഥയിൽ നിൽക്കുന്നത്. മഴക്കാലമായതോടെ ജനങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നത്. DFO ഉൾപ്പെടെയുള്ള ഫോറസ്റ്റ് അധികൃതർക്ക് പലതവണ പരാതി നൽകിയെങ്കിലും അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. DYFI വെളുത്തൂർ ആർമി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര തിമിര ശസ്ത്രക്രിയ പരിശോധനാ ക്യാമ്പ് നടത്തി. DYFI യൂണിറ്റ് സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. MSF ദേശമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ MP കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി TH ഫാസിൽ അധ്യക്ഷത വഹിച്ചു. MS മുഖമാസികയുടെ പ്രകാശനം ജില്ലാ സെക്രട്ടറി ആഷിഖ് കടവല്ലൂർ നിർവഹിച്ചു. ഇബ്രാഹിം തലശ്ശേരി, SA ശിഹാബ്, ഫായിസ് എന്നിവർ പങ്കെടുത്തു. കണ്ടശം കടവ് പത്യാല ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഗോപാല പൂജ സംഘടിപ്പിച്ചു. പത്യാല കാർത്തികേയനി ദേവി ക്ഷേത്ര പരിസരത്ത് ആചാര്യൻ അശ്വിനി കുമാറിന്റെ കാർമ്മികത്വത്തിലാണ് പൂജ നടത്തിയത്. നിരവധി വിദ്യാർത്ഥിനികൾ പൂജയിൽ പങ്കെടുത്തു. മദ്യം, മയക്കുമരുന്ന്, ലഹരി മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മുന്നോട്ട് വരണമെന്ന് ചേർപ്പ് CI KC സേതു അഭിപ്രായപ്പെട്ടു. സ്കൂൾ പ്രവേശനോത്സവത്തിന് മുന്നോടിയായി മോചനം ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോചനം സംസ്ഥാന പ്രസിഡന്റ് KK കൊച്ചു മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരണസമിതി അംഗം C മൂരാരി കുട്ടികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ്, MK ഉണ്ണികൃഷ്ണൻ, PA അബ്ദുൽ ബഷീർ, മജീദ് മുത്തുള്ളിയാൽ എന്നിവർ സംസാരിച്ചു. 100ാം പിറന്നാൾ ആഘോഷിക്കുന്ന തയ്യൂർ കോടനാട്ടുമന ആര്യ അന്തർജനത്തിനെ ബാബു M പാലശ്ശേരി MLA ആദരിച്ചു. ആര്യ അന്തർജനത്തിന്റെ ഭവനത്തിൽ എത്തിയാണ് MLA പൊന്നാട അണിയിച്ചത്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ KG ഗോപിനാഥൻ, PK ഹരികൃഷ്ണൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK നമ്പീശൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് വിരമിച്ച പ്രധാന അധ്യാപിക മമ്മിയൂർ സ്വദേശിനി വിജയലക്ഷ്മിക്ക് നാടിന്റെ ആദരം. മമ്മിയൂരിൽ നടന്ന ആദരണ സമ്മേളനം ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ PS ജയൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ആഞ്ഞം മധുസൂദനൻ നമ്പൂതിരി, രാധാകൃഷ്ണൻ കാക്കശ്ശേരി, ഡോക്ടർ ഹരി നാരായണൻ, അഡ്വക്കേറ്റ് വേണുഗോപാൽ മുള്ളത്ത്, CN ദാമോദരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വാർത്തയിലേക്ക്. ഏവിയേഷൻ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ മികച്ച പരിശീലനം നൽകുന്ന തൃശൂരിലെ ഡ്രീം വിങ്സ് ട്രെയിനിംഗ് അക്കാദമിയിൽ 2015-16 അധ്യയന വർഷത്തെ ആദ്യ ബാച്ച് ജൂൺ 1 ആരംഭിക്കും. ഏവിയേഷൻ ഹോസ്പിറ്റാലിറ്റി, ഇംഗ്ലീഷ് ട്രെയിനിംഗ് എന്നീ മേഖലകളിൽ മികച്ച പരിശീലനം നൽകുന്ന ഡ്രീം വിങ്സ് ട്രെയിനിംഗ് അക്കാദമി ഇതിനോടകം തന്നെ എയർ ഹോസ്റ്റസ്മാർ ഉൾപ്പെടെ ഒട്ടേറെ പ്രതിഭകളെ ഈ രംഗത്തേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. പഠിച്ചിറങ്ങിയ 80% വിദ്യാർത്ഥികൾക്കും ഉന്നത തൊഴിൽ മേഖലകളിൽ പ്ലേസ്മെന്റ് നൽകാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ഡ്രീം വിങ്സ് പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കുന്നത്. I'm Sonia Joseph. I just congrats my diploma in aviation and hospitality management. Although I studied under English medium, just because of Kingfisher Training Academy, I got placed in Air Costa. There were over 200 candidates and still I was selected, just because of Kingfisher Training Academy. The method of teaching of this training is quite different from similar to other institutes. The trainers are unbelievably dedicated and helpful to us. I am offered a very good salary and I am sure it's a stepping stone to my future career. I'm Ramya Haridas, completed my diploma in aviation hospitality management from Kingfisher just last month. I studied in the Malayalam medium until 10th. I'm so excited. I already got an air hostess job at Air Costa Airline. What is special about this training center is we were fortunate to have a good faculties. Their unorthodox training methods earned me this job. If not for my trainers at Kingfisher Training Academy, I'm certain I would not have got this job. കിങ്ഫിഷർ ട്രെയിനിംഗ് ആൻഡ് ഏവിയേഷൻ സർവീസ് ലിമിറ്റഡിന്റെ പാഠ്യപദ്ധതിക്കൊപ്പം ഗലീലിയോ ട്രാൻസ്പോർട്ട് എന്ന സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങും ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റും വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നു. ഏവിയേഷൻ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ കുതിച്ചുയരുന്ന തൊഴിൽ സാധ്യതകൾക്ക് അനുസൃതമായ വൈവിധ്യം പകർന്നുകൊണ്ടാണ് ഡ്രീം വിങ്സ് ട്രെയിനിംഗ് അക്കാദമി ഈ മേഖലയിലേക്ക് പ്രതിഭകളെ വാർത്തെടുക്കുന്നത്. +2 ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് ചേർന്ന് പഠിക്കാവുന്ന ഏവിയേഷൻ ഹോസ്പിറ്റാലിറ്റി കോഴ്സുകൾ 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ക്യാമ്പസിൽ മിതമായ ഫീസ് നിരക്കിൽ പഠിക്കാൻ അവസരം നൽകുകയാണ് ഡ്രീം വിങ്സ് ട്രെയിനിംഗ് അക്കാദമി. ഉന്നത തൊഴിൽ മേഖലയിലേക്ക് സ്വപ്ന ചിറക് പകരുന്ന ആശയം ആവിഷ്കരിച്ച് മിസ് കേരളയും ചലച്ചിത്ര താരവുമായ ഗായത്രി സുരേഷിനെ മോഡലാക്കി ഡ്രീം വിങ്സ് ഒരുക്കിയ വേറിട്ട പരസ്യ ചിത്രവും ഇതിനോടകം ശ്രദ്ധേയമായി കഴിഞ്ഞു. വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന വൃദ്ധനെ ആക്രമിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളം ചെമ്മണ്ണൂർ മുണ്ടൻതറ ശേഖരനെയാണ് പരിക്കുകളോടെ കണ്ടെത്തിയത്. ഇയാളെ വീട്ടുകാർ കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രികാലങ്ങളിൽ എണീറ്റ് നടക്കുന്ന സ്വഭാവമുണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു. ഇതേ തുടർന്നാണ് മർദ്ദനമേറ്റതെന്ന് സംശയിക്കുന്നു. അയ്യന്തോൾ തൃക്കുമാരക്കുടം വിനായക കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ നിർധനരായ 100 വിദ്യാർത്ഥികൾക്ക് പഠന സഹായ വിതരണവും SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു. ഡോക്ടർ PT വിജയരാഘവൻ, അശോകൻ ബാബു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കലാവേദി സെക്രട്ടറി PS സജീവ്, CG ഹരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂരിലെ നാടക പ്രവർത്തകരുടെ കൂട്ടായ്മയായ സ്പെക്ട്രയുടെ ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച സംവിധായകനായി തുടർച്ചയായി 5 വർഷം അംഗീകരിച്ച മനോജ് നാരായണനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ തുന്നൽ, സമയത്താഴ്ച എന്നീ നാടകങ്ങൾ അരങ്ങേറി. ദേശീയപാത കൊളത്തൂരിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തട്ടാനുള്ള ശ്രമം പോലീസ് ഇടപെട്ട് തടഞ്ഞു. രാത്രി പട്രോളിംഗിനിടെയാണ് ടാങ്കർ ലോറിയിൽ മാലിന്യം തട്ടാനുള്ള ചിലരുടെ ശ്രമം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പോലീസിനെ കണ്ട ഉടനെ ലോറി ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു. ലോറി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടപ്പുഴ ആറട്ടുകടവിൽ ചാലക്കുടി നഗരസഭ ആരംഭിച്ച ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ BD ദേവസി MLA അധ്യക്ഷത വഹിച്ചു. 15ാം വാർഡിന്റെ വെബ്സൈറ്റ് മുനിസിപ്പൽ ചെയർമാൻ VO പൈലപ്പൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി നളൻ, വാർഡ് കൌൺസിലർ ബിജു ചിറയത്ത്, മുനിസിപ്പൽ സെക്രട്ടറി PK സജീവ് എന്നിവർ സംസാരിച്ചു. തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ തിരുഹൃദയത്തിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും തിരുനാൾ ജൂൺ 1 മുതൽ 9 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജൂൺ 2 മാർ ജേക്കബ് തൂങ്കുഴി തിരുനാളിന് കൊടിയേറ്റും. തിരുഹൃദയ തിരുനാൾ ദിനമായ 7 രാവിലെ 8 ആഘോഷമായ ദിവ്യബലി ഉണ്ടാകും.
ഊട്ടുതിരുനാൾ ദിനമായ 9 രാവിലെ 6:30 നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി മുഖ്യ കാർമ്മികനാകും. തുടർന്ന് തിരുനാൾ സമ്മാനമായി ഒരു നിർധന കുടുംബത്തിന് നൽകുന്ന ഭവനത്തിന്റെ താക്കോൽദാനവും രേഖകൾ കൈമാറ്റവും നടക്കും. രാവിലെ 9:30 എപ്പിസ്കോപ്പൽ വികാരി ഫാദർ സെബാസ്റ്റ്യൻ ജാക്കോബി ഊട്ടുസദ്യ ആശീർവദിക്കും. ഊട്ടുതിരുനാൾ ദിനമായ 9 രാവിലെ 9:30 മുതൽ രാത്രി 9:30 വരെ ഊട്ടുസദ്യ ഉണ്ടാകും. 1.5 ലക്ഷം പേർക്ക് പാവറട്ടി വിജയൻ മൂപ്പന്റെ നേതൃത്വത്തിലാണ് നേർച്ച സദ്യ തയ്യാറാക്കുന്നത്. മുൻ വർഷങ്ങളിലേതുപോലെ നേർച്ച സദ്യ പാഴ്സലായും ലഭിക്കും. 30,000 ടിൻ നേർച്ച പായസവും തയ്യാറാക്കുന്നുണ്ട്. തിരുനാൾ ദിവസം രാവിലെ 10:30 ദിവ്യബലിയോടനുബന്ധിച്ച് ഇടവക വികാരി ഫാദർ റോക്കി റോബി കളത്തിൽ എഴുതിയ 10 ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അടങ്ങിയ തിരുസവിധേ എന്ന CD പ്രകാശനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ റോക്കി റോബി കളത്തിൽ, മീഡിയ ചെയർമാൻ ഫാദർ ക്ലോഡിൻ ബിവേര, കൺവീനർമാരായ ജെറിൻ ഡേവിസ്, ജെയിംസ് വത്തേരിപ്പറമ്പിൽ, പോൾസൺ മാളിയേക്കൽ, ഷാരോൺ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി മുനിസിപ്പൽ കൗൺസിൽ ഹാൾ ശീതീകരിക്കുന്നു. ഇതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഏതാനും ആഴ്ചകളായി ഇവിടെ നടക്കുന്നത്. രാജകീയ പ്രൗഢി വിളിച്ചറിയിക്കുന്ന കസേരകളും അനുബന്ധ ഫർണിച്ചറുകളും ആധുനിക രീതിയിലെ ഇലക്ട്രിക്കൽ സംവിധാനവും ഹാളിൽ ഒരുക്കിക്കഴിഞ്ഞു. സീലിംഗിന്റെ അവസാന മിനുക്ക് പണികൾ നടക്കുകയാണ്. നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപയാണ് ഇതിനായി ചെലവഴിക്കുന്നത്. AC ഘടിപ്പിക്കുന്ന പ്രവൃത്തികൾക്കായി 15 ലക്ഷം രൂപ കൂടി ചെലവഴിക്കും. കോർപ്പറേഷനുകൾ AC ആക്കിയിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു നഗരസഭാ കൗൺസിൽ ഹാൾ ഇത്തരത്തിലുള്ള ആധുനിക സംവിധാനം ഒരുക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കഴിഞ്ഞ കൗൺസിൽ യോഗം ചേർന്നത് ജൂബിലി ഹാളിലായിരുന്നു. ചേറ്റുവ FACയുടെ ആഭിമുഖ്യത്തിൽ പ്രവേശനോത്സവ ക്യാമ്പയിന് ജൂൺ 1 തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 1, 4, 5 തീയതികളിലായി ചേറ്റുവ GMUP സ്കൂളിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. 1 രാവിലെ 9 സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് FACയുടെ നേതൃത്വത്തിൽ വർണ്ണാഭമായ സ്വീകരണം നൽകും. വ്യാഴാഴ്ച വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി യൂണിഫോമും പഠനോപകരണങ്ങളും വിതരണം ചെയ്യും. ഈ വർഷം പ്രവേശനോത്സവ ഗാനം രചിച്ച ചേറ്റുവ GMUP സ്കൂളിലെ അധ്യാപിക തുളസി ദിനേശനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിക്കും. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിക്കും. ലോക പരിസ്ഥിതി ദിനമായ വെള്ളിയാഴ്ച പരിസ്ഥിതി സംരക്ഷണ ക്ലാസ് സംഘടിപ്പിക്കും. സ്കൂളിൽ FACയുടെ നേതൃത്വത്തിൽ ജൈവ പന്തലും നിർമ്മിച്ചു നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. FAC പ്രസിഡന്റ് PS ഇൻസമാം, RS ഷംസിൽ അലി, PK അനീഷ്, VA അൻസം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാറളം പഞ്ചായത്തിലെ കൊമ്പൻ റോഡിനെ പഞ്ചായത്ത് അവഗണിക്കുകയാണെന്ന് ആരോപിച്ച് നാട്ടുകാർ രംഗത്ത്. കഴിഞ്ഞ 16 വർഷമായിട്ടും റോഡ് റീടാർ ചെയ്യുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ വെള്ളം പോകുന്നതിന് കാന നിർമ്മിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പഞ്ചായത്തിലെ കൂട്ടാലക്കുന്ന് റോഡിലെ ചാലുകൾ ശരിയാക്കി അതിലെ വെള്ളം കൊമ്പൻ റോഡിലേക്ക് ഒഴുക്കിവിടാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. എന്നാൽ കൊമ്പൻ റോഡിലെ കാന നിർമ്മിച്ചതിന് ശേഷം കൂട്ടാലക്കുന്ന് റോഡിലെ വെള്ളം ഒഴുക്കിയാൽ മതി എന്ന ആവശ്യം ഉന്നയിച്ചാണ് കൊമ്പൻ റോഡിലെ ലക്ഷംവീട് കോളനി നിവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. അന്തിക്കാട് വെറ്ററിനറി പോളിക്ലിനിക്കിലെ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉദ്ഘാടനം നടന്നു. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന മൃഗാശുപത്രികളുടെ ശാക്തീകരണ പരിപാടികളുടെ ഭാഗമായാണ് ഓപ്പറേഷൻ തിയേറ്റർ നവീകരിച്ചത്. CN ജയദേവൻ MP ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാന വ്യാപന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഗീതാ ഗോപി MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VN ശങ്കരൻ അധ്യക്ഷനായിരുന്നു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി, ജില്ലാ പഞ്ചായത്ത് അംഗം PK രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിബു കൊല്ലാറ, വെറ്ററിനറി പോളിക്ലിനിക്കിലെ ഡോക്ടർ TI മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട പ്രസ് ഫോറത്തിന്റെ വാർഷിക പൊതുയോഗം ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഫോറം പ്രസിഡന്റ് നവീൻ ഭഗീരഥൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, ഷോബി കെ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റായി VR സുകുമാരനെയും സെക്രട്ടറിയായി KB ദിലീപിനെയും തെരഞ്ഞെടുത്തു. 4.5 കോടി ചെലവിൽ ടൂറിസം വകുപ്പ് തുമ്പൂർമൊഴിയിൽ നിർമ്മിച്ച തൂക്കുപാലത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച മന്ത്രി AP അനിൽകുമാർ നിർവഹിക്കുമെന്ന് MLAമാരായ BD ദേവസി, ജോസ് തട്ടയിൽ എന്നിവർ ചാലക്കുടിയിൽ അറിയിച്ചു. ഇന്നസെന്റ് MP മുഖ്യാതിഥിയായിരിക്കും. ചാലക്കുടി പുഴയുടെ കുറുകെ തൂക്കുപാലം നിലവിൽ വരുന്നതോടെ ഈ മേഖലയിലെ വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകൾ വർദ്ധിക്കുകയാണെന്ന് MLAമാർ പറഞ്ഞു. തുമ്പൂർമൊഴി വിനോദസഞ്ചാര കേന്ദ്രത്തോടൊപ്പം ഏഴാറ്റുമുഖവും DTPCയുടെ കീഴിലായിരിക്കും ഇനി മുതൽ പ്രവർത്തിക്കുകയെന്നും MLAമാർ അറിയിച്ചു. വേലൂർ ശ്രീ കാർത്തികേയനി ദേവി ക്ഷേത്രത്തിൽ ദേവി ഭാഗവത മഹാത്മ്യ പ്രഭാഷണവും വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടന്നു. രാധാപ്രസാദ് മുംബൈ യജ്ഞത്തിന് നേതൃത്വം നൽകി. 60ഓളം കുട്ടികൾ പങ്കെടുത്തു. മായന്നൂർ സെന്റ് തോമസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒരുമയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടത്തി. മാതൃകാ അധ്യാപകനുള്ള ദേശീയ അവാർഡ് നേടിയ M പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു.
ഡേവിസ് കെ ജോൺ അധ്യക്ഷത വഹിച്ചു. പഴയകാല അധ്യാപകരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഫാദർ ആന്റണി ഉമ്മത്തൻ മുഖ്യാതിഥിയായിരുന്നു. CM ഉദയകുമാർ, സജീവൻ, P ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനമൈത്രി പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നേതൃത്വത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് വടക്കാഞ്ചേരിയിൽ പരിശീലന ക്ലാസുകൾ നൽകി. വടക്കാഞ്ചേരി CI MK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. SI വിഷ്ണുകുമാർ, ASI ജയൻ കുണ്ടൂക്കാട്, ആക്ട്സ് ബ്രാഞ്ച് പ്രസിഡന്റ് VV ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ M രമേശ് ക്ലാസിന് നേതൃത്വം നൽകി. പട്ടികജാതിക്കാരനെയും മകനെയും ജാതിപ്പേര് വിളിച്ച് അസഭ്യം പറഞ്ഞ സംഭവത്തിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലിയെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ തളിക്കുളത്ത് ഉപവാസ സമരം നടത്തി. കഴിഞ്ഞ മാർച്ച് 5-ന് തളിക്കുളം സ്വദേശി കൊടുവത്തുപറമ്പിൽ കുമാരൻ, മകൻ അജിത് എന്നിവരെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ച സംഭവത്തിൽ RMP, ആം ആദ്മി, BSP, വിവിധ പട്ടികജാതി സംഘടനകൾ ഉൾപ്പെട്ട സംയുക്ത സമരസമിതിയാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത്. ആം ആദ്മി പാർട്ടി ജില്ലാ സെക്രട്ടറി CN ചോയ് ഉദ്ഘാടനം ചെയ്തു. സംയുക്ത സമരസമിതി ചെയർമാൻ AK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ ഭാരവാഹികളായ ബാലകൃഷ്ണൻ പെരിങ്ങാവ്, PP ഉണ്ണിരാജ്, MS വിജയൻ, S കുമാർ അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം ഇലവഞ്ചിക്കുളത്ത് സംസ്ഥാന പുരാവസ്തു വകുപ്പ് നടത്തിയിരുന്ന ഉത്ഖനനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. 1000-ലധികം വർഷം പഴക്കമുള്ള ശേഷിപ്പുകൾ കണ്ടെടുത്തു. പുരാതന കാലത്ത് ഇലവഞ്ചിക്കുളത്ത് നിലനിന്നിരുന്നതായി കരുതുന്ന ജൈനമത സംസ്കാരത്തിന്റെയും ജൈനക്ഷേത്രത്തിന്റെയും ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒട്ടേറെ സൂചനകൾ ആദ്യഘട്ടത്തിലെ ഉത്ഖനനത്തിൽ ലഭിച്ചിട്ടുണ്ട്. 8-ാം നൂറ്റാണ്ട് മുതൽ ക്ഷേത്രങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന മാറോട് എന്ന മേച്ചിലോടുകളാണ് ഉത്ഖനനം നടത്തിയ സ്ഥലങ്ങളിൽ നിന്ന് കൂടുതലായി ലഭിച്ചിട്ടുള്ളത്. കൂടാതെ അനേകം മൺപാത്ര കഷ്ണങ്ങളും ഇരുമ്പാണി, ചെമ്പാണി, ചിരാതുകൾ, തറയോട്, ഇഷ്ടിക, മുത്തുകൾ തുടങ്ങിയവയും കണ്ടെത്തിയിട്ടുണ്ട്. 1200 വർഷമെങ്കിലും പഴക്കമുള്ളവയാണ് ഇതെന്നാണ് പ്രാഥമിക നിഗമനം. ഇലവഞ്ചിക്കുളത്തെ 2ഇടങ്ങളിലായിരുന്നു ഖനനം. ഇലവഞ്ചിക്കുളത്തിന് തൊട്ടടുത്ത് നടന്ന 5 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ 5 അടി താഴ്ചയിൽ നടത്തിയ ഖനനത്തിലാണ് കൂടുതലായും ചരിത്രശേഷിപ്പുകൾ കണ്ടെത്തിയത്. ഇവയിൽ ചിലത് BC 2-ാം നൂറ്റാണ്ട് മുതൽ ഉപയോഗത്തിൽ ഉണ്ടായിരുന്നവയാണെന്നും ഇവയുടെ കൃത്യമായ കാലപ്പഴക്കം വിശദമായി പഠനത്തിന് ശേഷമേ തീരുമാനിക്കാനാകൂ എന്നും അധികൃതർ പറഞ്ഞു. 2010 മുതൽ തുടർച്ചയായി 3 വർഷം കോട്ടപ്പുറത്തും പരിസരങ്ങളിലും നടത്തിയ ഉത്ഖനനത്തിന്റെ തുടർച്ചയായാണ് മതിലകത്തും ഉപരിതല പഠനം നടത്തി ഖനനം നടത്തിയത്. എന്നാൽ കോട്ടപ്പുറം കോട്ടയിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ 4 ഇരട്ടി കൂടുതൽ ശേഷിപ്പുകളാണ് മതിലകത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. കണ്ടെത്തിയ ശേഷിപ്പുകളെല്ലാം അടുത്ത ദിവസം കോട്ടപ്പുറത്തെ പുരാവസ്തു വകുപ്പിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് കൊണ്ടുപോകുകയും ഇവിടെ വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷം മതിലകത്ത് സ്ഥാപിക്കുന്ന ചരിത്ര മ്യൂസിയത്തിൽ പ്രദർശനത്തിനെത്തിക്കുമെന്നും VS സുനിൽകുമാർ MLA അറിയിച്ചു. ഇവിടെ ഈ ചിലപ്പതികാരൻ രചിക്കപ്പെട്ടു എന്ന് പറയുന്ന പ്രദേശവും അല്ലെങ്കിൽ ജൈന മത സംസ്കാരത്തിൻ്റെ കേന്ദ്രമായിരുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു അവശിഷ്ടം എന്ന നിലയിൽ ഈ എലവഞ്ചിക്കുളം എന്ന ഈ ചരിത്ര സ്മാരകത്തെ ഒരു പ്രൊട്ടക്റ്റഡ് സ്മാരകമായി, സംരക്ഷിത സ്മാരകമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം പുരാവസ്തു ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന പുരാവസ്തു വകുപ്പ് ഫീൽഡ് ആർക്കിയോളജി വിഭാഗത്തിന്റെ ചുമതലയുള്ള എക്സ്കവേഷൻ അസിസ്റ്റന്റുമാരായ B മോഹനചന്ദ്രൻ, അബ്ദുൽ ഹക്കീം, B ക്ലമന്റ് എന്നിവർ 1 മാസം പിന്നിട്ട ഖനനത്തിന് നേതൃത്വം നൽകി. 1200 വർഷങ്ങൾക്ക് മുൻപ് പ്രചാരത്തിലുള്ള ശിലയുടെ വട്ടെഴുത്തും മറ്റ് ശിലാലിഖിതങ്ങളും ഈ പ്രദേശത്ത് നിന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. തദ്ദേശീയർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം 6 മാസത്തിനുള്ളിൽ മതിലകത്ത് തന്നെ 2ാം ഘട്ട ഉത്ഖനനം നടത്തുമെന്നും ഉദ്യോഗസ്ഥ സംഘം അറിയിച്ചു. TCV കയ്പമംഗലം. ഇരിങ്ങാലക്കുട കരൂപ്പടനയിൽ CPM-ന്റെ കൊടിമരം സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. കരൂപ്പടന ബ്രാഞ്ച് ഓഫീസിന് മുന്നിലുള്ള കൊടിമരമാണ് നശിപ്പിച്ചിട്ടുള്ളത്. ഭാരവാഹികൾ ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകി. കൊടിമരം നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ പ്രകടനം നടത്തി. വാഴ്ത്തപ്പെട്ട മദർ മറിയം ത്രേസ്യയുടെ തിരുനാൾ കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂൺ 8-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ ഒരുങ്ങുന്ന മറിയം ത്രേസ്യയുടെ തിരുനാൾ ചടങ്ങുകൾക്ക് ഹോളി ഫാമിലി സന്യാസിനി സമൂഹമാണ് നേതൃത്വം നൽകുന്നത്. തിരുനാൾ ദിവസം രാവിലെ നടക്കുന്ന ദിവ്യബലിക്ക് ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണുക്കാടൻ കാർമ്മികത്വം വഹിക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, ഫാദർ വിൻസെന്റ് ചാലിശ്ശേരി എന്നിവർ കാർമ്മികരാകും. തിരുനാൾ ദിവസം നടത്തുന്ന ഊട്ട് സദ്യയിൽ ആയിരങ്ങൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഹോളി ഫാമിലി സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഉദയ, ഫാദർ ബെന്നി ചെറുവത്തൂർ, ആന്റണി പയ്യപ്പള്ളി എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിലെ 119ാമത് തിരുഹൃദയ പ്രതിഷ്ഠാ തിരുനാൾ ജൂൺ 11-12 തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തിരുനാളിന് ഞായറാഴ്ച രാവിലെ കൊടിയേറും. തിരുനാളിനോടനുബന്ധിച്ച് തിങ്കൾ മുതൽ വ്യാഴം വരെ തിരുഹൃദയ കൺവെൻഷൻ നടക്കും. തിങ്കളാഴ്ച വൈകിട്ട് 5:30-ന് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രോസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും.
തിരുനാൾ ദിനമായ ജൂൺ 12 രാവിലെ ദിവ്യബലി, നേർച്ച ഊട്ട് ആശീർവാദം, സർവ്വ മതസ്ഥർക്കുള്ള നേർച്ച ഊട്ട് വിതരണം എന്നിവ നടക്കും. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സജീവ് ഇമ്മട്ടി കാർമ്മികനാകും. ഫാദർ റോയ് മൂക്കൻ തിരുനാൾ സന്ദേശം നൽകും. വാർത്താ സമ്മേളനത്തിൽ ഫൊറോന വികാരി ഫാദർ പോൾ താണിക്കൽ, സഹവികാരി ഫാദർ ജിയോമോൻ കല്ലേരി, ജനറൽ കൺവീനർ ടി.കെ. ദേവസി, പബ്ലിസിറ്റി കൺവീനർ വിജു ജോർജ്, ട്രസ്റ്റിമാരായ കെ.എഫ്. തോമസ്, എം.കെ. ജോഷി എന്നിവർ പങ്കെടുത്തു. വയോധികനെ കാണാനില്ലെന്ന് പരാതി. ആശാരിക്കാട് വെള്ളച്ചാൽ സ്വദേശി പള്ളിക്കുന്നിൽ 85 വയസ്സുള്ള തോമസിനെയാണ് കാണാതായതായി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത്. കള്ളിമുണ്ടും ഷർട്ടുമാണ് വേഷം. ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലോ 9605525087 എന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ്. ഏങ്കക്കാട് മങ്കര കിഴക്കേ പാടശേഖരത്ത് ആരംഭിച്ച വിരിപ്പു നെൽകൃഷിക്ക് മന്ത്രി സി. എൻ. ബാലകൃഷ്ണൻ വിത്തിറക്കി. 15 വർഷത്തിന് ശേഷം പാടശേഖരത്ത് കർഷകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ നാസർ മങ്കരയുടെ 5 ഏക്കർ കൃഷിസ്ഥലത്താണ് വിരിപ്പു കൃഷി ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു സുബ്രഹ്മണ്യൻ, കൃഷി ഡയറക്ടർ ഫിലിപ്പ് വർഗീസ്, കൃഷി ഓഫീസർ സുനിൽകുമാർ, പാടശേഖര സമിതി പ്രസിഡന്റ് കൊളംപ്രത്ത് രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയൻ മംഗലം എന്നിവർ പങ്കെടുത്തു. മൊത്തം 75 ഏക്കറിലാണ് വിരിപ്പു നെൽകൃഷി നടത്തുന്നത്. കമല സുരയ്യയുടെ ഓർമ്മയ്ക്കായി സാഹിത്യ അക്കാദമി നിർമ്മിക്കുന്ന സാംസ്കാരിക സമുച്ചയം 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം യാഥാർത്ഥ്യമാകുന്നു. സുരയ്യ ഇഷ്ടദാനമായി നൽകിയ പുനിയൂർക്കുളത്തെ ഭൂമിയിലാണ് സാംസ്കാരിക വകുപ്പ് 1.20 കോടി ചെലവിൽ സമുച്ചയം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ കോൺക്രീറ്റിംഗും തേപ്പ് പണികളും പൂർത്തിയായി. പെയിന്റിംഗ് ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. സമീപത്തെ കുളവും നവീകരിച്ചിട്ടുണ്ട്. 3 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ വിശാലമായ ലൈബ്രറി, മ്യൂസിയം, മീറ്റിംഗ് ഹാൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. 3 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷ. ഇടവേള. വാർത്തയിലേക്ക് വീണ്ടും. സ്കൂൾ വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തി എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം റോഡരികിൽ വർഷങ്ങളായി പിടിച്ചിട്ടിരിക്കുന്ന മണൽ ലോറികൾ നീക്കം ചെയ്യാത്തതിനെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ലോറിയിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. 4000-ലധികം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും LP സ്കൂളിനും സമീപമാണ് മണൽ കടത്തിയതിന് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത്. അതീവ ഗൗരവമുള്ള ഈ അവസ്ഥയെക്കുറിച്ച് TCB നേരത്തെ വാർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിലും പൊതുപ്രവർത്തകരുടെ ഇടപെടലിനെയും തുടർന്ന് PK ബിജു MP, ബാബു M പാലിശ്ശേരി MLA തുടങ്ങിയ ജനപ്രതിനിധികൾ നേരിട്ടെത്തി ലോറികൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് ഇതുവരെയും ഇതിന് തയ്യാറായിട്ടില്ല. വിദ്യാർത്ഥികൾക്കായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ ബാബു M പാലിശ്ശേരി MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ലോറികൾ മാറ്റാത്തതിനാൽ ഇതിന് കഴിയാത്ത സാഹചര്യമാണ്. ജൂൺ 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ ലോറികൾ എടുത്തു മാറ്റാൻ തയ്യാറാകാത്ത നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റീത്ത് സമർപ്പിച്ച് പ്രതിഷേധിച്ചത്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM അഷ്റഫ് സമരം ഉദ്ഘാടനം ചെയ്തു. TK ശിവൻ, NP ബിച്ചു, KT റിനോൾട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചുമടെടുത്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന്റെ ചെറിയൊരു ഭാഗം മിച്ചം പിടിച്ച് വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാകുകയാണ് ഗുരുവായൂരിലെ ചുമട്ടുതൊഴിലാളികൾ. 45 തൊഴിലാളികൾ ചേർന്ന് സ്വരൂപിച്ച തുക കൊണ്ട് നഗരപരിധിയിലെ 3 സ്കൂളുകളിലെ നവാഗതർക്ക് പഠനോപകരണം വിതരണം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് 11ാം പൂളിലെ തൊഴിലാളികൾ. ഗുരുവായൂർ മേഖലയിൽ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന GUP സ്കൂൾ, AUP സ്കൂൾ, തിരുവങ്കിടം LP സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രവേശനം നേടുന്ന കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം നൽകുന്നത്. 30,000 രൂപയോളം ചെലവിട്ടാണ് ഇവർ പഠനോപകരണങ്ങൾ സംഘടിപ്പിച്ചത്. നവാഗതർക്ക് പുറമെ തൊഴിലാളികളുടെ മക്കൾക്കും ഇതോടൊപ്പം പഠനോപകരണങ്ങൾ നൽകുന്നുണ്ട്. പ്രവേശനോത്സവ ദിവസം രാവിലെ സ്കൂളിലെത്തി പഠനോപകരണ വിതരണം നിർവഹിക്കുമെന്ന് സംഘാടകരായ MC സുനിൽകുമാർ, KK പുഷ്കരൻ, CS പ്രസാദ്, KC ചന്ദ്രൻ എന്നിവർ അറിയിച്ചു. ഭരത് PJ ആന്റണി സ്മാരക നാടക സിനിമ സംഗീത പ്രതിഭ അവാർഡ് MK അർജുനൻ മാസ്റ്റർക്ക് തൃശൂരിൽ സമ്മാനിച്ചു. പാർട്ട് തൃശൂരിന്റെ വാർഷികാഘോഷങ്ങളുടെയും ഫിലിം ഫെസ്റ്റിവലിന്റെയും ഭാഗമായാണ് പ്രശസ്ത സംഗീതജ്ഞനായ MK അർജുനൻ മാസ്റ്ററെ ആദരിച്ചത്. കഥാകൃത്ത് വൈശാഖൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മേയർ രാജൻ ചെപ്പല്ലൻ, വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി, സംവിധായകരായ പ്രിയനന്ദനൻ, പ്രേംലാൽ, KB വേണു, ഷൈജു അന്തിക്കാട്, പ്രദീപൻ മുല്ലനേഴി, ചാക്കൂടി അന്തിക്കാട് എന്നിവർ പങ്കെടുത്തു. 3 ദിവസമായി പാർട്ട് തൃശൂർ സംഘടിപ്പിച്ച ചലച്ചിത്രമേളയിൽ വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരത്തിന് അർഹരായവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ 12,30,00,000 രൂപയുടെ പണികൾക്ക് ജില്ലാ ആസൂത്രണ സമിതി അംഗീകാരം നൽകി. IAY പദ്ധതി പ്രകാരം വീട് നിർമ്മാണത്തിനായി 3 കോടിയും വനിതാ ഘടക പദ്ധതിയിൽ 47 ലക്ഷം രൂപയുടെ പ്രൊജക്ടുകളും പട്ടികജാതി വിഭാഗങ്ങൾക്ക് 1,68,00,000 രൂപയുടെ പ്രവർത്തനങ്ങൾക്കും അംഗീകാരം ലഭിച്ചു. കവി കുഞ്ഞുണ്ണി മാഷിന്റെ സ്മാരക നിർമ്മാണത്തിൽ സർക്കാർ തുടരുന്ന അനാസ്ഥയ്ക്കെതിരെ CPM വലപ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു.
വലപ്പാട് ചന്തപ്പടിയിലാണ് പ്രവർത്തകർ ദീപങ്ങൾ തെളിയിച്ച് പ്രതിഷേധിച്ചത്. സാഹിത്യകാരൻ വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. കവി എങ്ങട്ടിയൂർ ചന്ദ്രശേഖരൻ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. കവി രാവുണ്ണി മുഖ്യാതിഥിയായിരുന്നു. കുന്നംകുളം വടുതല മഹല്ല് ജുമഅത്ത് കമ്മിറ്റി നവീകരിച്ച പള്ളിയുടെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും ഞായറാഴ്ച വൈകിട്ട് 6:30 നടക്കും. പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. MKA കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ, AP മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുക്കും. ചാവക്കാട് ദ്വാരകയിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടികൾക്കും വീട്ടമ്മയ്ക്കും സഹായം ലഭ്യമാക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ചാവക്കാട് തഹസിൽദാർ VA മുഹമ്മദ് റഫീഖ് പരിക്കേറ്റവരുടെ വീടുകളിൽ എത്തി. ഇത് സംബന്ധിച്ച അപേക്ഷകൾ ജില്ലാ കളക്ടർ MS ജയ്ക്ക് തഹസിൽദാർ സമർപ്പിച്ചു. വില്ലേജ് ഓഫീസർ GS ശ്രീകുമാറും ഒപ്പമുണ്ടായിരുന്നു. 130 വർഷത്തിന് ശേഷം മധ്യകേരളത്തിൽ ഒരു ഇരുട്ടുകുത്തി വള്ളം ഒരുങ്ങുന്നു. കൊടുങ്ങല്ലൂരിന് സമീപം തുരുത്തിപ്പുറം ഗ്രാമത്തിലാണ് വള്ളംകളി കമ്പക്കാർ ചേർന്ന് പുതിയ വള്ളം നീറ്റിലിറക്കാൻ ഒരുങ്ങുന്നത്. 500 അംഗങ്ങളുള്ള തുരുത്തിപ്പുറം വള്ളസമിതിയാണ് പുതിയ ഇരുട്ടുകുത്തി വള്ളം നിർമ്മിക്കുന്നത്. നെഹ്റു ട്രോഫി ജേതാവായ ചമ്പക്കുളം ചുണ്ടൻ പണിത തച്ചൻ ഉമാമഹേശ്വരനാണ് പുതിയ വള്ളം പണിയുന്നത്. വള്ളം നിർമ്മാണത്തിനാവശ്യമായ 350 ക്യൂബിക് ആഞ്ഞിലി മരം ഈരാറ്റുപേട്ടയിൽ നിന്ന് എത്തിച്ചു. ഏകദേശം 25 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന വള്ളത്തിന്റെ നിർമ്മാണം 4 മാസം കൊണ്ട് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്ക് കാർഷിക യന്ത്രങ്ങളുടെ പരിശീലനം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കല്യാണി S. നായർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് VK രഘുസ്വാമി അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജെസി വിൽസൺ, ജയന്തി ചന്ദ്രൻ, കൃഷി ഓഫീസർ റിയ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കാണിപ്പയ്യൂർ മാന്തോപ്പ് ജുമാ മസ്ജിദിന്റെ കീഴിൽ പുതുതായി നിർമ്മിക്കുന്ന മദ്രസ ഹാളിന്റെ തറക്കല്ലിടൽ ഖത്തീബ് ജുബൈർ സൈദി നിർവഹിച്ചു. പ്രസിഡന്റ് MA കുട്ടിയാമു, ഷംസുദ്ദീൻ റഹ്മാനി, കുഞ്ഞുമോൻ ഹാജി, മോനൂട്ടി, സക്കറിയ നിസമി, PA ഷാഫി തുടങ്ങിയവർ പങ്കെടുത്തു. കടങ്ങോട് പാറപ്പുറം തെക്കുമുറി NSS കരയോഗത്തിന്റെ ഉദ്ഘാടനം താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് K. രവീന്ദ്രൻ നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് M. വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു. മുരളി കാരാമിൽ, KV രാമകൃഷ്ണൻ, പ്രകാശ് കുമാർ, ബാലകൃഷ്ണൻ പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സമസ്ത മേഖലകളിലും ജനകീയ പങ്കാളിത്തത്തോടെ വികസനം നടപ്പിലാക്കുന്ന കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് CM ജയദേവൻ MP. ജനകീയ കൂട്ടായ്മകൾ എല്ലാ മേഖലയിലേക്കും കടന്നു വരേണ്ടതുണ്ടെന്നും MP. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ ട്രോളിംഗ് നിരോധനം നടപ്പാകും. ട്രോളിംഗ് നിരോധനം ഈ വർഷം നീട്ടിയത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ ദുരിതത്തിലാക്കും. ഏനാമാവിൽ ആൾതാമസമില്ലാത്ത വീട്ടിലും ചൂണ്ടലിൽ വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണം, സ്വർണവും പണവും നഷ്ടപ്പെട്ടു. തൃപ്രയാറിൽ കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് പിടികൂടി. പാവറട്ടി കരിവന്തല സ്വദേശി കണ്ണനാണ് അറസ്റ്റിലായത്. ഗ്രാമവാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.